ത്രിയേക ദൈവത്തിന് സ്തുതി. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ധ്യാനിക്കുന്നത്. വചനത്തിൽ നിലയുറപ്പിച്ച് നിന്ന് പരീശന്മാരോട് പോരാടുന്ന യേശു കർത്താവിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. നിയമത്തിൻ്റെ പഴുതുകളെ കണ്ടുപിടിച്ച് മുൻനിരകളിലും അധികാരത്തിലും നിലനിന്നു പോകാൻ ഇച്ഛിക്കുന്ന പരീശരോടുള്ള പ്രതിഷേധം കർത്താവ് പ്രകടിപ്പിക്കുകയാണ്. അത് സൃഷ്ടാവാം ദൈവത്തെയും ദൈവവചനത്തെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ ഭംഗിയും പ്രസക്തിയും. അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. വാക്യം 4 സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരായി നല്ല മൂല്യങ്ങളെ ജനിപ്പിക്കുന്ന മനുഷ്യരാണ് സൃഷ്ടാവിൻ്റെ സ്വപ്നം എന്നതാണ് ഈ വാക്യത്തിൻ്റെ ധ്വനി. നിയമവും അതിൻ്റെ ആർട്ടിക്കിളും ഉദ്ധരിച്ചുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണെന്ന് വാദിക്കുന്ന പരീശന്മാരെ അവരുടെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. അഥവാ ദൈവത്തിൻ്റെ ആദിമ പദ്ധതിയിലേക്ക് മടങ്ങേണ്ടതുണ്ട് എന്ന ചിന്തയാണ് കർത്താവ് അവരോട് പങ്കുവെക്കുന്നത്. കാരണം കുറച്ച് നിയമങ്ങൾ കൊണ്ട് മാത്രം വിവാഹ ജീവിതം മുന്നോട്ട് പോകില്ല. പിന്നെയോ ദൈവരാജ്യ മൂല്യങ്ങൾ കൊണ്ടൊരു തൈലാഭിഷേകം തന്നെ ആവശ്യമുണ്ട്. പല കാരണങ്ങളാൽ ജീവിതത്തിൻ്റെ നിർമ്മലാവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന അവസ്ഥ വർദ്ധിച്ചു വരുമ്പോൾ എന്തിനധികം ഭാവി വാഗ്ദാനങ്ങളായ ഇന്നിൻ്റെ തലമുറകളുടെ ഭാവിക്കും നിലനിൽപ്പിന് പോലും ഭീഷണി നേരിടുന്ന കാലത്ത് സൃഷ്ടാവാം ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും കെട്ടുപണി ചെയ്യുന്ന ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി മാറുക എന്ന ദൈവ നിയോഗത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടെ സമർപ്പിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? വാക്യം 5. ദൈവവചനം തരുന്ന പോരാട്ട വീര്യത്തെപ്പറ്റി ധ്യാനിക്കാൻ ഇടയാകട്ടെ. യേശുവിനോട് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് അത് സമ്മതിച്ചു തരില്ല എന്ന് പരീശന്മാർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിലെ നിയമം പറഞ്ഞ് കർത്താവിനെ നേരിട്ട് കീഴ്പ്പെടുത്താം എന്ന് കരുതി വന്നവരാണ് പരീശർ. പക്ഷേ കർത്താവ് മോശ എന്ന പേരിൻ്റെ മുമ്പിലോ ന്യായപ്രമാണത്തിലെ ചില ചട്ടങ്ങൾക്ക് മുമ്പിലോ കീഴടങ്ങാൻ ഒരുക്കമല്ല. കർത്താവ് മോശയുടെ കാലത്തിനു മുമ്പിലേക്ക്, അതായത് ആദിയിലേക്ക്, സകലത്തെയും സൃഷ്ടിച്ചവനിലേക്കും സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശശുദ്ധിയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്. സൃഷ്ടാവ് മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചത് ഒരുമിച്ച് സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും ജീവിതത്തിൻ്റെ എല്ലാ വൈഷമ്യങ്ങളിലും വേദനകളിലും വെല്ലുവിളികളിലും ഒരുമിച്ച് കരുത്തോടെ നിൽക്കാനാണ് എന്ന് കർത്താവിന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ദൈവഹിതം അല്ലാത്തതിനോട് ചേർന്ന് പോകാൻ യേശു കർത്താവിന് കഴിയില്ല. അത്തരത്തിലുള്ള ശ്രമങ്ങളെ കർത്താവ് പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പരസ്പരം തുണയാകാനും ഇണയാകാനുമാണ് വിവാഹമെന്ന് ദൈവവചനത്തിൻ്റെ പ്രതലത്തിൽ നിന്ന് നിലപാടെടുക്കുവാനും അതിനായി പോരാടാനുമുള്ള ആ പോരാട്ട വീര്യം ശരിക്കും നമുക്ക് ഈ കാലത്തിന് മാതൃക തന്നെ. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. വാക്യം 6 ഒന്നാകാനും ഒരുമയോടെ മുന്നേറാനും ഉള്ള ക്ഷണത്തെ ധ്യാനിച്ച് അവസാനിപ്പിക്കുകയാണ്. മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ദൈവം വിവാഹമെന്ന കൂദാശയെ കണ്ടുപിടിച്ചത്. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ്, പക്ഷെ ഒരേ ലക്ഷ്യത്തിനായി ഒന്നായി ജീവിക്കാൻ വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ നിയോഗിക്കപ്പെടുകയാണ്.
ഈ ഭൂമി ആരുടെയും കുത്തകയുമല്ല, സ്വന്തവുമല്ല, എല്ലാവരുടേതും ആണ്. ഈ രാഷ്ട്രം ഭരിക്കുന്നവരുടെയോ അധികാരം ഉള്ളവരുടെയോ പണമുള്ളവരുടെയോ മാത്രമല്ല, എല്ലാ പൗരന്മാർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. പലർക്കും പല ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം, പക്ഷേ എല്ലാവരും അവരവരുടെ ഇടങ്ങളെ മനോഹരമായി സൂക്ഷിക്കേണ്ട കടമ മറന്നു പോകുമ്പോഴാണ് തലസ്ഥാന നഗരി പോലും നിലവിളിയുടെ താഴ്വരയായി രൂപപ്പെടുന്നത്. കുടുംബജീവിതത്തിലെ കടമകൾ മറന്നാൽ കണ്ണുനീരിൻ്റെ കൂരിരുൾ താഴ്വരയായി അത് മാറും. തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ചില അടയാളപ്പെടുത്തലുകളെ പങ്കിടുവാൻ ഇഷ്ടമാണ്. സ്വന്തം മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന മക്കളുടെയും ഭാവി സുന്ദരമാക്കാൻ എത്ര ദൂരയാത്ര പോകാനുള്ള ആ മനസ്സ്, ത്യാഗം സഹിക്കാനുള്ള സമർപ്പണം, അടിയോ ഇടിയോ പുകയോ വെള്ളമോ തണുപ്പോ വിശപ്പോ ദാഹമോ ശ്രദ്ധിക്കാതെ കാര്യത്തെ നേടിയെടുക്കാനുള്ള വീര്യവുമൊക്കെ കുടുംബജീവിതത്തിൻ്റെയും സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും നല്ല നടപ്പിന് ആവശ്യം തന്നെയാണ്. അധികാരികൾ ഒപ്പമുള്ളവരെ വാഹനത്തിൽ കയറ്റി അടച്ചു പൂട്ടി കൊണ്ടുപോകാൻ വെമ്പുമ്പോൾ അവരെ തുറന്ന് സ്വതന്ത്രരാക്കുന്ന സഹപാഠികൾ ഈ മുംബൈ പട്ടണത്തിൻ്റെ പ്രതീക്ഷയാണ്. അങ്ങനെ ഒരുമയോടെ ഒന്നായി മുന്നേറാൻ, പാരസ്പര്യത്തോടെ മുന്നേറാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ആമേൻ.